ശ്രീ ഫസൽ കാരാട്ട്, സ്വാഗതം ഒരു ടെലിവിഷൻ ചർച്ചയിലേക്ക്. അങ്ങേ ഈ നിമിഷം ഞങ്ങൾക്ക് കിട്ടിയതിൽ വലിയ ഭാഗ്യം കരുതുന്നു, ഒപ്പം ഹൃദയം നിറഞ്ഞ സ്വാഗതം കൂടി. ശ്രീ ഫസൽ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ പാടില്ല എന്ന ഒരു പൊതുബോധ്യം അത് വളർത്തിയെടുക്കാൻ ഇടതും വലതും ഇവിടെ മത്സരിച്ച് മുന്നിട്ടിറങ്ങുകയാണ്. ഇന്നലെ AK ബാലൻ്റെ പ്രതികരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പ്രതികരിക്കുന്നതിന് മുമ്പേ വലിയ ആവേശത്തോടുകൂടി രംഗത്ത് വന്നത് VD സതീശനാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. തൊട്ടു പിന്നാലെ ഇന്നിതാ മുഖ്യമന്ത്രി ബാലനെ തള്ളി പറഞ്ഞില്ല. പക്ഷേ പാലക്കാട് CPM ഉറഞ്ഞു തുള്ളുകയാണ്. ബാലൻ വാ തുറന്നാൽ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രതികരണങ്ങൾ വരികയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നമസ്കാരം. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എത്രത്തോളമാണ് UDF ഒക്കെ തലയിലേറ്റി നടക്കുന്നത്. അപ്പോൾ VD സതീശൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് വർഗീയ സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. അതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനവും ഒരു പൊതുശല്യമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇതൊരു വർഗീയ സംഘടനയല്ല എന്നാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ എനിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്, VD സതീശൻ പറയുന്ന വർഗീയ സംഘടനയല്ല എന്നല്ല, വർഗീയ സംഘടനയുമാണ്. അതേപോലെ തന്നെ ഭീകരബന്ധമുള്ള ഒരു സംഘടന കൂടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല. കേരളത്തിലെ ബോധമുള്ള ഏതൊരു മലയാളിക്കും ഒന്ന് ഇന്നലകളിലേക്ക്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു വിഷയത്തെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇതൊരു വർഗീയ സംഘടന മാത്രമല്ല, ഇതൊരു ഭീകരബന്ധമുള്ള ഒരു സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അല്ലേ മലപ്പുറത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി ഖാലിദ് മിഷ്കൽ ഓൺലൈനായിട്ട് മലപ്പുറത്ത് സംസാരിച്ചത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. ഈ ഒരു ഭീകര സംഘടനയുടെ, ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയെ ഇവിടെ ഓൺലൈനായിട്ട് ഇവിടെ സംസാരിപ്പിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവരുമായിട്ട് ബന്ധമല്ലേ? ഇതെങ്ങനെയാണ് ഇത്രത്തോളം ഭീകരബന്ധം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ട് എന്ന് പറയുന്നതിനും കൃത്യമായ തെളിവുകളുണ്ട്. ഈ വന്നിട്ടുള്ള ഈ ഖാലിദ് മിഷ്കൽ ഉണ്ടല്ലോ, മലപ്പുറത്ത് ഓൺലൈനായിട്ട് പ്രസംഗിച്ച ഖാലിദ് മിഷ്കൽ, ഈ ഖാലിദ് മിഷ്കൽ തന്നെയാണ് നമ്മുടെ രാജ്യം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ-ഇ-ത്വയ്ബയുടെ ഭീകരരുമായിട്ട് ഖത്തറിന്റെ തലസ്ഥാന നഗരിയിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായിട്ട് ആഗോളതലത്തിലുള്ള ഭീകരരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അവര് നടത്തിയ പ്രോഗ്രാമിലൂടെ തന്നെ കേരളത്തിലെ സകല ബോധമുള്ള മലയാളികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവർ ഈ പറയുന്നുണ്ടല്ലോ വർഗീയ സംഘടനയല്ല എന്ന് VD സതീശൻ ഇങ്ങനെ പുട്ടുപീരിടുന്നത് അതേ രീതിയിൽ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് ഇതൊരു വർഗീയ സംഘടനയല്ല എന്ന്. വളരെ വ്യക്തമാണ്, ഇതൊരു വർഗീയ സംഘടനയാണ്, ഭീകരബന്ധമുള്ള സംഘടനയാണ്. മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE ഉൾപ്പെടെ ഭീകര സംഘടനയായിട്ട്, തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ മേധാവിമാരായിട്ടുള്ള ഹസനുൽ ബന്നയുടെ ഫോട്ടോ പൊക്കി പിടിച്ചിട്ടാണ് ഈ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇതേ ജമാഅത്തെ ഇസ്ലാമി മാർച്ച് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആഗോളതലത്തിലുള്ള ഭീകരയും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് വർഗീയ സംഘടനയല്ല എന്ന് പറയാ? ഇതൊരു വർഗീയ സംഘടന മാത്രമല്ല, ഇതൊരു വർഗീയ സംഘടനയാണ്. ഇത് ആഗോളതലത്തിൽ ഭീകരബന്ധം കൂടിയുള്ള സംഘടന തന്നെയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയ, ഒരു തർക്കം അതിലൊരു മലയാളിക്കില്ലാത്ത വിഷയ. എന്തിനാണ് UDF ഒക്കെ ഇങ്ങനെ പ്രീണിപ്പിച്ച് ഉളുപ്പില്ലാത്ത വോട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വർഗീയ സംഘടന മാത്രമല്ല, ഇതൊരു ഭീകരബന്ധം കൂടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ പോലും, വിമർശിപ്പിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ പോലും ഇവിടുത്തെ ഇടതിനും വലതിനും സാധിക്കുന്നില്ല. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത്, നിങ്ങൾ BJPയെ പരാജയപ്പെടുത്തണം. അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിനും മതനിരപേക്ഷതയ്ക്കും ദേശീയതയ്ക്കും ഒക്കെ എതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മൗദൂദിയുടെ കാലം തൊട്ട് ഒരൊറ്റ നിലപാടിൽ മാത്രം അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു മതസംഘടന പറയുകയാണ്, നിങ്ങൾ BJPയെ തോൽപ്പിക്കാൻ ഇടതും വലതും ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ CPM-നോടും പറയും, ഇത് ഞങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. ആ പ്രതികരണം ഒന്ന് കാണാം. PCR അമീറിന്റെ പ്രതികരണം. കേരളത്തിൽ എവിടെയും ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാ, ഞാൻ പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ കേരളത്തിൽ അതിലെ രണ്ട് ഘടകകക്ഷികൾ
പരസ്പരം രണ്ട് പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് BJP കടന്നു വരുന്നതിനെ തടയിടുന്നിടത്ത് സമാന ചിന്താഗതിക്കാർ എന്നുള്ള അർത്ഥത്തിൽ യോജിക്കണം എന്നൊരു ആശയമാണ് ഞാൻ പറഞ്ഞത്. ആശയത്തെ നമ്മൾ UDF-നോടും പറയും, കോൺഗ്രസിനോടും പറയും, അത് നമുക്ക് ആരോടും പറയും, CPM-നോടും ഞാൻ ആവശ്യപ്പെടുക. ശ്രീ ഫസൽ, ഇതിൽ BJP കടന്നു വരുന്നതിനെ എതിർക്കുക, എന്നിട്ട് ഇടതിനെയും കൂടി ഒന്നാക്കുക, എന്നിട്ട് ജനാധിപത്യ സംവിധാനത്തിന്റെ തണലിലിരുന്നു കൊണ്ട് ഒരു മതരാഷ്ട്രത്തെ ബോധപൂർവം കെട്ടിപ്പടുക്കാനുള്ള നീക്കം, അങ്ങനെയും സംശയിക്കാലോ. ഇതിലേ ഈ BJP-യെ മാത്രം ഇവർ ശത്രുവായിട്ട് കാണുന്നതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. അതായത് ഇവിടെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അവരെ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്, സംഘടനകളാണ്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് കേരളത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കാണുന്നത് ഒരു വളക്കൂറുള്ള മണ്ണായിട്ടാണ്. അതായത് അവർക്ക് വളരാനും അവർക്ക് സകല വൃത്തികേടുകളും നെറികേടുകളും ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലം, ഒരു മണ്ണായിട്ടാണ് കേരളത്തെ അവർ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന്റെയൊക്കെ കടക്കൽ കത്തിവെച്ചതുപോലെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡേഴ്സ് കേരളത്തിൽ രംഗത്തെത്തിയിട്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൃത്യമായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അതായത് വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത്. അതുപോലെ ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് ഇന്ന് കേരളത്തിൽ, ഇന്ന് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ വളർച്ചയ്ക്ക് കടക്കൽ കത്തിവെക്കാൻ ഏക മുമ്പിൽ നിൽക്കുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർക്കിനി LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ തന്നെ അധികാരത്തിൽ വന്നാൽ ഇവരുടെ സകല കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ലേ? ഇവർ ഈ കേരളത്തിൽ നടത്തുന്ന പേക്കൂത്തുകളെ പോലെ വേറെ എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇവരൊരു വളക്കൂറുള്ള ജമാഅത്തെ ഇസ്ലാമി അവർക്ക് വളർന്നു വരാനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണായിട്ടാണ് കേരളത്തെ കാണുന്നത്. അതിനെ തടയിടുന്നത് ഇന്ന് നിലവിൽ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ ലീഡേഴ്സ് മൊത്തം ഒന്നടങ്കം എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രത്തോളമുള്ളൊരു വർഗീയ ഭീകര ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ പറയുന്ന LDF-നോ UDF-നോ നിലപാടെടുക്കാൻ സാധിക്കാത്തത്? കാരണം ഏത് നെറികെട്ടവന്റെയും ഏത് പ്രീണനം നടത്തിയിട്ട് അവർക്ക് അധികാരം കിട്ടിയാൽ മതി. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ഇവർ വെറുതെ ഒന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ മാത്രമായിട്ട് രംഗത്തത്. കാരണം ഇവർക്ക് ഇവിടെ മുന്നോട്ട് പോവാൻ സാധിക്കാത്തത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വളരുന്നത് കൊണ്ടും അവർ അധികാരത്തിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് BJP-യുടെ പിന്നാലെ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുദൈവ ആരാധനയ്ക്ക് വഴിവെക്കുന്ന എല്ലാ കവാടങ്ങളും ഇസ്ലാം കുട്ടിയടക്കുന്നു. അല്ലാഹുവിനല്ലാതെ ആർക്കും അദൃശ്യം അറിയുകയില്ലെന്നും ആ അഭൗതിക മാർഗത്തിലൂടെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സഹായിക്കാനോ ദ്രോഹിക്കാനോ സാധ്യമല്ലെന്നും അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അവരുടെ വെബ്സൈറ്റിൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള രേഖയിൽ പറയുന്ന ഈ കാര്യം ഭാരതം പോലുള്ള ബഹുമത വിശ്വാസ രാജ്യത്തെ എത്ര അപകടം പിടിച്ച ഒന്നാണെന്ന് നാം മനസ്സിലാക്കുന്നു. വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം, ദാമ്പത്യ മര്യാദകൾ, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള സമീപനം, അയൽക്കാരോടുള്ള നിലപാട്, ഇവയിലെല്ലാം എவ்விധമാണ് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പരമാധികാരം അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മാത്രമാണ്. ഇത് അംഗീകരിക്കലും തൗഹീദിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതായത് രാജ്യത്ത് നിലവിലുള്ള ഒരു വ്യക്തി നിയമവും സാമൂഹ്യ ക്രമവും ജമാഅത്തെ ഇസ്ലാമിക്ക് ബാധകമല്ല, മറിച്ച് ശരീഅത്താണ് ബാധകമെന്ന് സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യമായി അവർ തന്നെ പറയുകയാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇക്കാമത്തുദ്ദീൻ, ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക എന്നുള്ളത്. അതിനുള്ള സാക്ഷാൽ പ്രേരക ശക്തിയാവട്ടെ അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും സിദ്ധിക്കുകയെന്നും അത്രേ. അതായത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന റദ്ദ് ചെയ്ത് ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കി ശരീഅത്ത് നിയമ രാജ്യമാക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതാണ്.